ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം യജ്ഞശാലയിൽ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മുടെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാവണം. ഭാഗവതത്തെ അറിയാൻ പഠിച്ച ഒരു കുട്ടി ഒരിക്കലും മനോബലമില്ലാതായി പോകില്ല. ഭാഗവതത്തെ മനസ്സിലാക്കിയ കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കേണ്ടി വരില്ല. നോക്കൂ, ഗജേന്ദ്രന്റെ പോലെ എല്ലാവരും ഇട്ടിട്ട് പോയി, ആരും ഇല്ല എന്ന് മനസ്സിലായി. അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു ആരുണ്ട്, പൂർവ്വജന്മത്തിലെ ആ സ്മരണ കൊണ്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു സ്മരണ വരുന്നു. അപ്പോഴാണ് എടുത്തു നോക്കുന്നത്, വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളെയും നമുക്ക് ഗജേന്ദ്രനായി, ധ്രുവനായി, പ്രഹ്ലാദനായിട്ടൊക്കെ വളർത്തിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? നോക്കൂ, ഞാൻ വരുന്ന ജില്ല പാലക്കാട്, എന്റെ വീടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ്. ആ സ്ഥലത്തിന്റെ പേര് ഗുരുവായൂരപ്പന്റെ പേരാ, ശ്രീകൃഷ്ണപുരം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ പേര് ഇപ്പൊ കേരളം മുഴുവൻ അറിയും. സെന്റ് ഡൊമിനിക് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അതിന്റെ പേര്. അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, നന്ദു എന്നാണ് വിളിക്കുക, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടിരുന്നില്ലേ? കേട്ടിട്ടില്ല വിശേഷം? നിങ്ങൾ ആരും വാർത്തയൊന്നും കാണാറില്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ടീച്ചർ പറയാണ്, നിന്റെ പെർഫോമൻസ് നല്ലതല്ല, നിനക്ക് മാർക്ക് ഓരോ പരീക്ഷ കഴിയുന്തോറും കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ നിന്നെ ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് താഴ്ത്തും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് പകരം അടുത്ത വർഷം 8ാം ക്ലാസ്സിലേക്ക് പോകും. അത് പറയുക മാത്രമല്ല ചെയ്തത്, ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങി, സൈൻ ചെയ്ത് വാങ്ങി ടീച്ചർമാർ. അങ്ങനെ വിളിക്കണം അവരെ എന്നുള്ളതാണ് നമ്മുടെ കാലഘട്ടം നോക്കിക്കാണുന്ന ഏറ്റവും ഭീതികരമായിട്ടുള്ള ഒരു സാഹചര്യം. പാവം കുട്ടിക്ക് ഒരു ആശ്രയമില്ല. എങ്ങനെ പറയൂ അച്ഛൻ്റെ അടുത്ത്, എങ്ങനെ പറയൂ അമ്മയുടെ അടുത്ത്, അമ്മ അച്ഛ എന്നെ ടീച്ചർ ഇങ്ങനെ 8ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താൻ പോവാണെന്ന് ഒരു കുട്ടി എങ്ങനെ പറയും? നോക്കിയപ്പോ ഒറ്റ ആശ്രയം കണ്ടുള്ളൂ. ആ ആശ്രയം ഗുരുവായൂരപ്പനല്ല. എന്ത്? സ്വന്തം റൂമിലെ ഹുക്ക്, അതിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഷോള്, അതിൽ കിടക്കുന്ന തല. ഒരു മനോബലമില്ലാത്തൊരു തലമുറയാണ് നമുക്ക് മുമ്പിൽ വളർന്നു വന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇക്കഴിഞ്ഞ കാലം വരെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിപത്ത് ലഹരി. എങ്ങനെ ഉണ്ടാവണേ? എവിടെയാണ് ആ കുട്ടികൾക്ക് ആശ്രയം കിട്ടുന്നത്? എവിടെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് സമാധാനം കിട്ടുന്നത്? ഭാഗവതം നിന്നാണ്. അതെന്തുകൊണ്ടാ? അവര് ഭാഗവതത്തെ അറിയുന്നില്ല, അവരെ അറിയിക്കുന്നില്ല. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വ്യാസൻ നിർബന്ധിച്ച് കൊണ്ടേയിരുത്തണോ? ഞാൻ പറയും, നിർബന്ധിച്ച് കൊണ്ടേയിരുത്തണം. നിങ്ങൾ ആ കുട്ടിയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണോ 1ാം ക്ലാസ് കൊണ്ടേ ചേർക്കുന്നത്? നിങ്ങൾ ആ കുട്ടിയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണോ നഴ്സറി സ്കൂളിൽ വിടുന്നത്? ആ കുട്ടിയുടെ പെർമിഷൻ എടുത്തിട്ടാണോ നിങ്ങൾ ഒരു വിജയദശമി ദിവസം ഒരു മടിയിൽ ഇരുത്തി ഹരിശ്രീ ഗണപതയെ നമാന്ന് എഴുതിച്ചത്? അതിനൊന്നും ഇല്ലാത്ത പെർമിഷൻ എന്തിനാ നിങ്ങൾക്ക് ഭാഗവതത്തിലേക്ക് മാത്രം വിളിച്ചുകൊണ്ടിരുമ്പോ ബുദ്ധിമുട്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ അഭിമന്യുമാരായി, നല്ല ധീരതയുള്ള കുട്ടികളായിട്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് എടുത്തിയാട്ടക്കാരെന്നുള്ള രീതിയിലല്ല, പ്രഹ്ലാദന്മാരായി, ധ്രുവന്മാരായിട്ടൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഭാഗവതത്തിന്റെ ധർമ്മം എന്തെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് വേണ്ടിക്കൂടിയാണ് ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിക്കുന്നത്, മനസ്സിലാക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങോട്ട് തിരിച്ചിരിക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെയൊക്കെ കുട്ടികൾ വന്നിരിക്കുന്നു, ഇതുവരെ ഇരുന്നിട്ടില്ല, വരട്ടെ. കുട്ടികളാണ് കേൾക്കേണ്ടത്. നിങ്ങളിപ്പോ എത്ര യജ്ഞം കേട്ടു അല്ലെ? നമുക്കറിയാം എന്താണ് ഭാഗവതം, ഏതാണ്ട് നാളെ നടക്കുന്നത് എന്താ, മറ്റന്നാൾ നടക്കുന്നത് എന്താന്നൊക്കെ അറിയാം. പക്ഷെ അതിന്റെ അന്തരാർത്ഥം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഭാഗവതത്തിൽ തന്നെ പറയാറുണ്ട്, പരമഹംസ സംഹിതയാണ് ഭാഗവതം. ഹംസങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, ഹംസത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. പരമഹംസ്യാം സംഹിതായ എന്ന് പറയും ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും. എന്താ ഈ പരമഹംസന്മാർക്കുള്ള സ്വഭാവം? ഹംസങ്ങളുടെ സ്വഭാവമായിട്ട് പറയപ്പെടുന്നുണ്ട്, ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുത്ത് കുടിച്ച് വെള്ളം അവിടെ തന്നെ ഉപേക്ഷിക്കാനുള്ള ശക്തി ആർക്കുണ്ടായിരുന്നു? ഹംസത്തിനുണ്ടായിരുന്നു. ആ ഹംസത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാർ വേണം ഭാഗവതം കേൾക്കാൻ എന്നാണ്. ഏതൊരു കഥ, ഭഗവാൻ കാളിയന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നു എന്ന് പറയുമ്പോ 7 വയസ്സുള്ള ഒരു കുട്ടി ഒരു കുറെ സർപ്പങ്ങളുടെ കുറെ തലയുള്ള ഒരു സർപ്പത്തിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നു എന്ന് കാണാതെ അഹങ്കാരമാകുന്ന, താൻ പോരായ്മയാകുന്ന ആ ബോധത്തിന് മുമ്പിൽ ബ്രഹ്മം, ഭഗവാൻ തന്നെ തന്റെ ആധിപത്യം സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക.
വെണ്ണ ഗുരുവായൂരപ്പൻ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ എന്ത് തോന്നുക? ഗോപികമാരുടെ ഭക്തിയിലൂടെ അവരുടെ മനസ്സാകുന്ന വെണ്ണ ഭഗവാൻ മോഷ്ടിച്ചു എന്ന് മനസ്സിലാക്കുക. എന്തിനും ആന്തരാർത്ഥമുണ്ട് നമ്മുടെ ധർമ്മത്തിൽ. പൊതുവിൽ പറയാറുണ്ട് പരോക്ഷപ്രിയ ദേവഹ എന്നാണ്. ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് പറയില്ല, ഒക്കെ ഒന്ന് വളച്ചേ പറയുള്ളൂ. നമുക്ക് സ്പൂൺ ഫീഡിങ് ഇല്ല. നമ്മുടേതായിട്ടുള്ള ഒരു ശ്രമം, നമ്മുടേതായിട്ടുള്ള ഒരു അധ്വാനം വേണം എന്തും മനസ്സിലാക്കാൻ. നമ്മുടെ ധർമ്മം അങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിന്റെ ശക്തിയും അത് തന്നെയാണ് ഇതിന്റെ ദൗർബല്യതയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? എന്തൊരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവിടെ അത് ആചാര്യൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ അവസാനം ചൊല്ലിയ അന്നപൂർണ ദേവിയോട് പോലും നമ്മൾ ചോദിക്കുന്നത് ജ്ഞാനവും വൈരാഗ്യവും തരണേ ഭഗവതി എന്നാണ്. ആ രീതിയിലേക്ക് കുട്ടികളെ കൂടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇവിടെ നിന്ന് നരസിംഹാവതാരം പാരായണം ചെയ്ത ദിവസമായതുകൊണ്ടുകൂടെ ഞാൻ പറയുന്നു, നമുക്ക് ഈ റോൾ മോഡൽസ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കുട്ടികൾ, വിവേകാനന്ദ സ്വാമിയെ പോലെയുള്ള അല്ലെങ്കിൽ ഗുരുദേവനെ പോലെയുള്ള ഗാന്ധിജിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ കുട്ടിക്കാലം പറയുന്നതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ട് ഭാഗവതത്തിലുള്ള കുട്ടികളുടെ ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല? പ്രത്യേകിച്ച് ധ്രുവനും പ്രഹ്ലാദനും, പ്രത്യേകിച്ച് പ്രഹ്ലാദൻ. അതിൽ തന്നെ ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നത് പ്രഹ്ലാദനോട്, പ്രഹ്ലാദ നീ എന്റെ ഭക്തന്മാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ലീഡറാണെന്നാണ്. നീയാണ് എന്റെ ഭക്തന്മാരുടെ റെപ്രസെന്റേറ്റീവ്. കാരണം ഭഗവാന്റെ നരസിംഹാവതാരം ഇവിടെ പാരായണം ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭഗവാൻ ഈ 3 ലോകങ്ങളെയും സംഹരിക്കും എന്ന തരത്തിലുള്ള ഭഗവാന്റെ ആ ഇരുത്തം. ബ്രഹ്മാവിന്റെ സ്തുതി കൊണ്ട് ശാന്തനാവാത്ത ഭഗവാൻ, മഹാദേവന്റെ സ്തുതി കൊണ്ട് ശാന്തനാവാത്ത ഭഗവാൻ, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സ്തുതി കൊണ്ട് ശാന്തനാവാത്ത ഭഗവാൻ ഒരാളെ കൊണ്ട് മാത്രമേ ഇനി ശാന്തനാക്കാൻ സാധിക്കുള്ളൂ എന്ന് കരുതി വിളിച്ചത് ലക്ഷ്മിയാണ്, സ്വന്തം ഭാര്യ. അമ്മ പറഞ്ഞു, ഏത് തരത്തിലുള്ള കണ്ടീഷനിലും എന്റെ ഹസ്ബൻഡിനെ നോക്കാൻ എനിക്കറിയാം എന്ന് കണ്ടാ വന്നേ. ദൂരെ നിന്ന് ഒരു അലർച്ച കേട്ട പറഞ്ഞു, ഇങ്ങനൊരു രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അടുത്തേക്ക് പോലും പോയില്ല. അപ്പോഴാണ് പ്രഹ്ലാദനോട് പോയി ബ്രഹ്മാവ് പറയുന്നത്, നിന്റെ ഗുരുവായൂരപ്പനാണ്. ഒട്ടൂർ എഴുതിയൊരു കവിതയിൽ പറയുന്നുണ്ട്, ഈ രൂപമൊന്നും കണ്ട് നീ പേടിക്കൊന്നും വേണ്ട. കാരണം എന്താ, ബ്രഹ്മാവ് പേടിച്ച് വരച്ചു നിൽക്കണേ. അപ്പൊ ഒരാൾക്ക് ധൈര്യം കൊടുക്കുമ്പോ പറയണല്ലോ, അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, നമ്മളങ്ങനെയാണല്ലോ. നീ കാണുന്ന രൂപമൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നീ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്, എന്നിട്ട് ആ താടിയൊന്ന് പിടിച്ച് വലിച്ചു നോക്ക്, അത് നിന്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. പറയുന്ന ഉദാഹരണം, ഭഗവാൻ ഗുരുവായൂർ ഈ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരുണ്ടല്ലോ, വെള്ള നിറത്തിൽ വീശാറില്ലേ, ആ 2 വെഞ്ചാമരങ്ങൾ ഒന്ന് താഴെ ഒന്ന് മുകളിലും 2 സൈഡിലും വെച്ചിട്ട് ഇരിക്കുക. അത്ര അതാണ് എന്ത്, നരസിംഹം. അത്രേ ഉള്ളൂ. അത് പോയി പിടിച്ച് വലിച്ച് അങ്ങോട്ട് പോയി വലിക്കി എന്നാ പറഞ്ഞത്. പ്രഹ്ലാദന അല്ലെങ്കിലേ പേടിയില്ലായിരുന്നു, ഇത് കേട്ടപ്പോ ഒട്ടുകൂടെ പേടിയില്ല. പോയി മടിയിൽ കയറി ഇരുന്ന് തൊഴുത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിംഹാണ് നക്കി തുടക്കുക ചെയ്യുക. നക്കി ഇങ്ങനെ തുടക്കിയ ഭഗവാൻ ആ ഒരു വാത്സല്യം തന്റെ ഭക്തനോട് ഒരേ സമയത്ത് രണ്ടാമത്തെ ഭാഗത്ത് ഭഗവാന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. എന്തിന്? ഞാൻ കാരണം ഇവന്റെ അച്ഛനില്ലാണ്ടായല്ലോ. രണ്ടും ഒരേ സമയത്ത്, ഭഗവാന് ഭക്തനോടുള്ള വാത്സല്യവും ഭഗവാന്റെ വിഷമവും. പ്രഹ്ലാദൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ അങ്ങേക്ക് ഈ രൂപത്തിൽ നിന്നൊന്ന് സാധാരണ രൂപത്തിലേക്ക് വന്നൂടെ? ഭഗവാൻ ചോദിക്കും, ഉണ്ണി നിനക്ക് എന്റെ ഈ രൂപം പേടിയുണ്ടാവും? പ്രഹ്ലാദൻ പറയുന്ന ഉത്തരമുണ്ട്, എന്താ? ഭഗവാനെ എനിക്ക് അങ്ങയുടെ കയ്യിലുള്ള ഈ ചക്രത്തെ, അങ്ങയുടെ രൂപത്തെ ഒന്നും ഒരു പേടിയില്ല. കാരണം അങ്ങ് ഏത് രൂപത്തിൽ ഇരുന്നാലും അങ്ങ് ആ രൂപത്തിൽ എന്റെ ഉള്ളിലുണ്ടെന്നുള്ള ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിതൊന്നും പേടിയില്ല. അങ്ങയുടെ കയ്യിലുള്ള ചക്രം ഉണ്ടല്ലോ, സുദർശനം, അതിനെ എനിക്ക് ഒട്ടും പേടിയില്ല. പക്ഷെ ഭഗവാനെ അങ്ങയുടെ കയ്യിലുള്ള മറ്റൊരു ചക്രം, അതിനെനിക്ക് ഭയമുണ്ട്. ഏത്? മായയാകുന്ന കാലചക്രം, അതിനെനിക്ക് ഭയമുണ്ട് ഭഗവാനെ. അതുകൊണ്ട് ആ മായ എന്നെ ബാധിക്കാതെ എല്ലാ സമയവും അങ്ങേ ആശ്രയിക്കാനുള്ള ബുദ്ധി എനിക്ക് എപ്പോഴും തോന്നണമെന്നാ പ്രാർത്ഥിക്കുക. അപ്പൊ ഭഗവാൻ ചോദിക്കുന്നത്, അതൊന്നും വേണ്ട ഉണ്ണി, നിനക്ക് ഞാൻ മോക്ഷം തരട്ടെ, ഞാൻ നിനക്ക് മോക്ഷം തരാം. നീ എന്നെ പോരുമ്പോ നീ എന്റെ കൂടെ പോകണം വൈകുണ്ഠത്തിലേക്ക്, നീ അവിടെ ഇരുന്നാ മതി. എന്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുമ്പോ പ്രഹ്ലാദൻ പറയുന്നൊരു ഉത്തരണ്ട്, അതാണ് നമ്മുടെ കുട്ടികൾ കേൾക്കേണ്ടത്. നിനക്ക് ഞാൻ മോക്ഷം തരട്ടെ എന്ന് ഗുരുവായൂരപ്പൻ ചോദിക്കുമ്പോ പ്രഹ്ലാദൻ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഭഗവാനെ, അങ്ങ് എനിക്ക് മോക്ഷം തന്നു കഴിഞ്ഞാൽ ഈ പാപികളായിട്ടുള്ള പാവപ്പെട്ട ഭക്തർക്ക് വേണ്ടി അങ്ങയോട് ആര് പരാതി പറയും? ഭഗവാന്, എനിക്ക് ചുറ്റുമുള്ള ഈ പാപികൾക്ക് വേണ്ടി അങ്ങയോട് ആരപേക്ഷിക്കും? ഞാനില്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണ്ടെന്നാ പറഞ്ഞത്. അപ്പോഴാ പറഞ്ഞത്, നീയാണ് എന്റെ ഭക്തന്മാരുടെ പ്രതിനിധി പ്രഹ്ലാദ.
ഇത് നമ്മുടെ കുട്ടികൾക്ക് പ്രഹ്ലാദനെ കാണിച്ചു കൊടുത്ത് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഈ കഥ കേൾക്കും. എന്ത്? ഹിരണ്യകശിപു കടലിൽ കൊണ്ടെറിഞ്ഞു, പ്രഹ്ലാദൻ തിരിച്ചു വന്നു. തീയിൽ കൊണ്ടുപോയി എറിഞ്ഞു, പ്രഹ്ലാദൻ തിരിച്ചു വന്നു. വിഷം കൊടുത്തു നോക്കി, പ്രഹ്ലാദൻ തിരിച്ചു വന്നു. വിഷമുള്ള പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു, പ്രഹ്ലാദൻ തിരിച്ചു വന്നു. ഈ കഥയിലൂടെ കേൾക്കുന്ന സമയത്ത് ഈ വന്നു പോയ സാധനങ്ങളൊക്കെ തന്നെ ഈ പറയപ്പെടുന്ന മൃഗങ്ങളോ അവസ്ഥകളോ അല്ലാതെ ഇതൊക്കെയാണ് ഒരു ഭക്തന്റെ, ഒരു സാധകന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്ന് മനസ്സിലാക്കുക. പലതരത്തിലുള്ള പ്രതിസന്ധികൾ. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് നന്ദുവിന് വന്നത്. സ്വന്തം ടീച്ചറുടെ വാക്ക് കേൾക്കേണ്ടി വന്നു. അപ്പോ പ്രഹ്ലാദൻ ഉണ്ടായിരുന്ന ഒരു ബലം നന്ദുവിന് ഇല്ലാണ്ട് പോയി. ഇല്ലെങ്കിൽ നന്ദുവിന് ഉണ്ടാക്കി കൊടുക്കാൻ ആ രക്ഷിതാക്കള് ശ്രദ്ധിക്കാതെ പോയി. ഏത് ബലം കൊണ്ടാ ഈ പ്രഹ്ലാദൻ എല്ലാ തരത്തിലുള്ള ആപത്തുകളെ അതിജീവിച്ചത്? ഒറ്റ ബലമുള്ളൂ. എന്തിന്റെ ബലം? നാമസങ്കീർത്തനം. ഓരോ സമയവും എന്തുമാത്രം പറഞ്ഞുകൊണ്ടിരുന്നു? നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു, അല്ലാണ്ട് ഒന്നും പറഞ്ഞില്ല. ചില ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രഹ്ലാദൻ ജനിച്ചു വീണ സമയത്ത് വിറക്കി അത്ര കുട്ടി, ചുണ്ടൊക്കെ വിറയ്ക്കുന്നുണ്ട്. അപ്പോ ഈ വൈദ്യര് വന്ന് ഹിരണ്യകശിപുവിനോട് പറഞ്ഞത്ര, കുട്ടിക്ക് നല്ല പനി ഉണ്ട് തോന്നുന്നു, ചൂടൊന്നുമില്ല പക്ഷെ വിറയ്ക്കുന്നുണ്ട്. ഹിരണ്യകശിപു പോയി നോക്കിയപ്പോ കുട്ടിക്ക് ചൂടൊന്നുമില്ല, പക്ഷെ ചുണ്ട് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ചുണ്ടിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ കാത് കൂർപ്പിച്ച് നോക്കിയപ്പോ കേട്ടു എന്നാണ്. എന്ത്? നാരായണ. ജനിച്ചപ്പോഴേ തുടങ്ങി. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം കയാതുവിന്റെ ഗർഭത്തിലിരുന്ന പ്രഹ്ലാദൻ എങ്ങനെയാണ് വിഷ്ണു ഭക്തന്മാരിൽ ഉത്തമനായിട്ട് മാറിയത്. അതേ പ്രഹ്ലാദൻ പിന്നെ ഭാഗവത്തിൽ നിങ്ങൾക്ക് അറിയാം, നരനാരായണ മഹർഷിമാരോടൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അതുപോലുള്ള കുട്ടികളെ, ധ്രുവനെ പോലുള്ള കുട്ടികളെ, ധ്രുവന്റെ അവസ്ഥ നോക്കൂ. നമ്മൾ ഗുരുവായൂരിനോട് എന്തൊക്കെ ചോദിക്കും? ഞാൻ തന്നെ ഇത് പലയിടത്തും പറയാറുണ്ട്, ഞാനും ചോദിക്കാറുണ്ട്. നമ്മൾ ആരോടാ ചോദിക്കുക? വേറെ കൃഷ്ണ വീട് കിട്ടണേ, കൃഷ്ണ ബിസിനസ് നന്നാവണേ, കൃഷ്ണ ഉണ്ണി ഉണ്ടാവണേ, കൃഷ്ണ കുട്ടിക്ക് ജോലി കിട്ടണേ, കല്യാണം നടക്കണേ, എന്തൊക്കെ പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. ധ്രുവൻ എന്താ പ്രാർത്ഥിച്ചേ? ഭഗവാനെ എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ എനിക്ക് സാധിക്കണേ. സ്വന്തം അച്ഛന്റെ മടിയിൽ ഇരുന്നപ്പോ ഇറക്കി വിട്ടു രണ്ടാനമ്മ. അപ്പൊ ചോദിച്ചു, അമ്മ ഇളയമ്മ, ഞാനും ഈ അച്ഛന്റെ മകനല്ലേ, എനിക്ക് ഇരിക്കാൻ പാടില്ലേ? പാടില്ല. നിനക്ക് നിന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്റെ ഗർഭത്തിൽ ജനിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മയോട് പോയി പറഞ്ഞു, അമ്മ ഇളയമ്മ പറഞ്ഞു അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന്. ആ അമ്മയുടെ ഗർഭത്തിൽ പിറന്നാൽ അത്ര ഇരിക്കാൻ പറ്റുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമില്ല ഉണ്ണി, നീ സമാധാനിക്ക്, ഇത് നമ്മുടെ വിധിയാണെന്ന് പറയല്ല അമ്മ ചെയ്തത്. പറഞ്ഞു കൊടുത്തു, എന്ത്? ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ, നീ ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കാം അമ്മ? എനിക്ക് മന്ത്രം അറിയില്ല, എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. എന്ത് ചെയ്യണം? നീ സഞ്ചരിക്കും, നിനക്ക് പറ്റുന്ന ഗുരുനാഥനെ നീ വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. ധ്രുവൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ്, നോക്കൂ, എനിക്ക് സങ്കടമുണ്ട് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഈ കൂടിയിരിക്കുന്നതിൽ ഒരു 90%, ഈ കുട്ടികളെ ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഞാൻ നിങ്ങളോട് നാരദൻ എന്ന ശബ്ദം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ഇമേജ് ആണ് വരുന്നത്? ചിരിക്കുന്നു അമ്മയൊക്കെ. നാരദൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആകെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം കലഹം ഉണ്ടാക്കുന്ന ആള്, ഏഷണി കൂട്ടുന്ന ആള്, അല്ലേ? ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുമ്പോൾ നാരദനെ വന്ദിക്കുന്ന ശ്ലോകം ഉണ്ട്, സകല കുശല പാത്രം ബ്രഹ്മപുത്രം നമാമി എന്നാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവണം എന്ന് ആഗ്രഹമല്ലാണ്ട് ഒരു പ്രവൃത്തി പോലും ചെയ്യാത്ത ആളാ നാരദ മഹർഷി. നോക്കൂ, ഭാഗവതം തന്നെ നമുക്ക് എങ്ങനെ കിട്ടണേ? ആര് കാരണം കിട്ടണം? നാരദ മഹർഷി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവശയായിട്ട് കിടക്കുന്നു. ഒപ്പം തൊട്ടടുത്ത് അതിലും അവശയായിട്ട് 2 ആൾക്കാർ കിടക്കുന്നു. പോയി ചോദിച്ചു കുട്ടിയുടെ, ഈ പെൺകുട്ടിയുടെ അടുത്ത്, നിന്നെ കണ്ട വല്ല പ്രായമൊന്നും തോന്നുന്നില്ല, പക്ഷെ നീ ഭയങ്കര അവശയാണല്ലോ, നീ ആരാണ്? പറഞ്ഞു, ഞാൻ ഭക്തിയാണ്, എന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ ഈ കിടക്കുന്ന ആരാ? ഇതെന്റെ മക്കളാണ് പറഞ്ഞത്, അവരെക്കാ പ്രായം തോന്നിക്കണ്ടേ? ഇതാരാ എന്ന് ചോദിച്ചു. ഇതാണ് ജ്ഞാനം, ഇതാണ് വൈരാഗ്യം. ഇവരെ എനിക്ക് പഴയ പോലെ ആക്കണം മഹർഷി. എന്താണ് വൃത്തിയുള്ളത്? വൃന്ദാവനത്തിലേക്ക് വരൂ, ഭഗവാന്റെ കഥ കേൾക്കൂ. ആദ്യത്തെ സപ്താഹം അവിടെ നടന്നു, നാരദ മഹർഷി നടത്തിയത്. പ്രഹ്ലാദനെ ആരാ ഓം നമോ നാരായണ എന്ന് പറഞ്ഞ മന്ത്രം പഠിപ്പിച്ചു കൊടുത്ത ആരാ? ഹിരണ്യകശിപു ആണോ എന്ന് പറഞ്ഞത്? തപസ്യയുടെ ഇടയിൽ ഇടയ്ക്ക് ഒന്ന് പഠിച്ചു കേട്ടോ. ധ്രുവൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയിൽ വീണ്ടും നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുന്നു. മോനെ, നിന്റെ ആവശ്യം എന്താ? എനിക്ക് എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കണം മഹർഷി, ഞാൻ എന്ത് വേണം?
ഭഗവാനെ ഉപാസിക്കും. എനിക്ക് മന്ത്രം അറിയില്ല മഹർഷി, ഒരു മന്ത്രം പറഞ്ഞു തരൂ. പറഞ്ഞു കൊടുത്തു. ഏത് മന്ത്രം? അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല പറഞ്ഞു കൊടുത്തത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ മന്ത്രം മാറ്റിവെച്ചു നാരദ മഹർഷി. ഏത് മന്ത്രം? നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ നാലമ്പലത്തിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തല്ല, അകത്ത്. നിങ്ങൾ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി കേശവന്റെ കൊമ്പ് കടന്നു കയറുന്ന സമയത്ത് അവിടെ ഒരു മരത്തിൽ കൊത്തി വെച്ചൊരു മന്ത്രം, അവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുന്ന മന്ത്രം. ഏത്? ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്രുവനാണ് പറഞ്ഞു കൊടുക്കുന്നത്, നാരദ മഹർഷി. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നാരദനായ നമ്മൾ ഇതാണ് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവരെ നീ പരസ്പരം വിളിക്കേണ്ട അങ്ങനെയൊക്കെയുള്ള പേരുകളാ. ഓ, അവനൊരു നാരദനാണെന്നാ പറയാ. അതിനേക്കാൾ വലിയൊരു ക്രെഡിറ്റ് ഇല്ല കേട്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വേറെ ആണെങ്കിലും അവനൊരു നാരദനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അത്. അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തെ നമ്മളൊക്കെ ചെവി തുറന്ന് മാത്രം കേൾക്കുന്നത് അല്ലാതെ മനസ്സ് തുറന്നുകൂടെ കേൾക്കുക എന്നാണ്. നമുക്ക് ഭാഗവതം മഹാത്മ്യം പറഞ്ഞപ്പോൾ ഇവിടെ ആചാര്യൻ ദുന്ദുകാരിയുടെ കഥ പറഞ്ഞിരുന്നു. പറഞ്ഞു ആദ്യം മുതലുള്ള ആൾക്കാരുണ്ടോ അവിടെ? പറഞ്ഞിരുന്നോ കഥ? പറഞ്ഞു. ദുന്ദുകാരിയുടെ കഥയിലും അങ്ങനെ തന്നെയാ പറയുന്നത്. ദുന്ദുകാരി എന്ന് പറയുന്ന ദുരാത്മാവ് ഒരു മുളയുടെ ഉള്ളിൽ കയറിയിരുന്ന് ഭാഗവതം കേൾക്കും 7 ദിവസം. 7-ാം ദിവസം യജ്ഞം അവസാനിക്കുമ്പോ ഒരു വിമാനം ഇറങ്ങി വന്ന് അവിടെ ഉള്ള ആൾക്കാരൊക്കെ നോക്കും. ഓ, ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാനത് ആ വിമാനം വന്നിരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് റെഡിയാവും. പൈലറ്റ് പറയുന്നത് നിങ്ങൾക്ക് പോകാനുള്ള, ദുന്ദുകാരിക്ക് പോകാനുള്ള. ദുന്ദുകാരി ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ അധർമ്മം ചെയ്തിട്ടുള്ള ആളാ. അയാളെ പിടിച്ച് വണ്ടി കയറ്റും. അപ്പൊ ഈ ഒപ്പം നിന്ന ആൾക്കാരൊക്കെ ചോദിക്കും, ഞങ്ങൾ ഇതേ ഭാഗം തന്നെയല്ലേ കേട്ടത്? അവിടെ യജ്ഞ ആചാര്യനായിട്ടുള്ള ഒരാളുടെ ഗോകർണൻ, അദ്ദേഹം പറയും ഞാനല്ലേ ഇപ്പൊ നടത്തിയത്. ഞങ്ങൾക്കൊന്നും കിട്ടാത്ത മോക്ഷം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നു? ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്ത്? നിങ്ങളൊക്കെ ചെവി കൊണ്ട് കേട്ടു, ദുന്ദുകാരി മനസ്സുകൊണ്ട് കേട്ടു. മനസ്സുകൊണ്ട് കേൾക്കുമ്പോഴേ അറിയുള്ളൂ ഭാഗവതം എന്താണ്. മനസ്സുകൊണ്ട് കേൾക്കുക, മനനം ചെയ്യുക. ആ മനനത്തിലൂടെ കിട്ടുന്ന രസം വേണം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ. നാളെ കൃഷ്ണാവതാര സമയത്ത് നിങ്ങൾ പട്ടുകോണകം സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പാൽപ്പായസം വെണ്ണയും ഒക്കെ ഭഗവാന് കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ സങ്കല്പിക്കുക, നമ്മുടെ മനസ്സിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഇതാ ഇവിടെ യജ്ഞശാലയിൽ വന്ന് അവതരിച്ചിരിക്കുന്നു. ഒന്നും പുറമേക്കല്ല. നമ്മുടെ ധർമ്മത്തിൽ ഒരു പരിഹാരവും പുറമല്ല പറയുന്നത്, ഒക്കെ നമ്മുടെ അകത്ത് തന്നെയുണ്ട്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, ഉദ്ധരേത് ആത്മനാത്മാനം. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഉയർത്തേണ്ടത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള ശക്തികളും നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ദീർഘങ്കരാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലേക്ക് അയച്ച ഈശൻ. അത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഏറ്റവും നല്ല സ്ഥലമാണ് ഒരു ഭാഗവത സപ്താഹ യജ്ഞശാല. എനിക്ക് എല്ലാം എന്നെ കൊണ്ട് തന്നെ സാധിക്കും, അതിന് എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പായിരിക്കണം ഓരോ ഭാഗവത യജ്ഞത്തിന്റെയും സമർപ്പണ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതിലൂടെ സഞ്ചരിക്കുക. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും നിങ്ങളോട്, ഇങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടി? നിങ്ങളെ കണ്ടാലും പണ്ട് കണ്ടാലും ഒരേപോലെ തന്നെ ഉണ്ടല്ലോ. മാറ്റം പുറമേക്കല്ല. ഭാഗവതം കേട്ടോണ്ട് നേരത്തെ ഇപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നൊന്നും ഗ്ലോ ആവുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നരച്ച മുടിയൊക്കെ വീണ്ടും ഒന്ന് പഴയ പോലെ ബ്ലാക്ക് ആവുന്ന പരിപാടി ഭാഗവതത്തിനില്ല. അത് കരുതിയിട്ട് നിങ്ങളാരും വരണ്ട. പണ്ടൊരു അമ്മ എന്നോട് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഞാൻ പോയ സമയത്ത് ഒരു 10-80 വയസ്സായ ഒരു അമ്മ ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ ഏറ്റവും അടുത്ത് വന്നിരുന്നു. കസേരയിൽ കൂടി ഇരുന്നില്ല അമ്മ, നിലത്ത് വന്നായിരുന്നേ. ഒരു ഫാനും കൂടി ഇല്ല. എനിക്ക് അമ്മയ്ക്ക് ചെയറിട്ട് കൊടുക്കുന്നു പറയണം തോന്നി. പക്ഷെ അമ്മ പറഞ്ഞു ഇവിടുത്തെ ഇരുന്നോളാം. ഞാൻ അമ്മയെ നോക്കിയ സമയത്ത് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് അകത്ത് പോയി അമ്മയെ കണ്ട സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്രയും പ്രായത്തിലും ഈ ഭാഗവതം കേൾക്കാനുള്ള ഒരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടല്ലോ, വളരെയധികം സന്തോഷം. അമ്മ ഇനി എല്ലാ ദിവസവും വരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ എല്ലാ ദിവസവും വരും. അപ്പൊ എനിക്ക് അതിനേക്കാൾ സന്തോഷമായി. പിന്നെയാണ് അമ്മ എന്നെ ഒന്ന് കുത്തി നോവിച്ചുകൊണ്ട് പറഞ്ഞത്, 6:30 ആയി കഴിഞ്ഞാൽ വീട്ടിൽ നല്ല കൊതു വന്നു, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ ആകുമ്പോ ഫാനുണ്ട്, കാറ്റുണ്ട്, ആൾക്കാരുണ്ട്, ഇവിടെ വലിയ കൊതുവിന് ശല്യമില്ല. അങ്ങനെ വന്ന് നമുക്ക് യാതൊന്നും കിട്ടാനില്ല. 12:30 യജ്ഞശാലയിലേക്ക് വന്നിട്ട് നമുക്ക് യാതൊന്നും കിട്ടാനില്ല. അതും പ്രത്യേകിച്ച് പറയണം. ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള അർഹത ആർക്കാണുള്ളത്? ഭഗവാന്റെ കഥ കേട്ടവർക്കേ ഉള്ള അർഹത ഉള്ളൂ. അന്നദാനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പ്രസാദമായിട്ട് കഴിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യണ്ട. ഈ യജ്ഞശാലയിൽ വരിക, ഒരു 2 മിനിറ്റ് ഇരിക്കുക, ഒരു 3 തവണ നാരായണം ജപിക്കുക, മതി. ഇനഫ്, മോർ ദാൻ ഇനഫ്. അത് ചെയ്യുന്ന സമയത്ത് അത് പ്രസാദമായിട്ടും കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. ഇല്ലെങ്കിൽ ഭക്ഷണമായിട്ട് മാത്രമേ കയറുള്ളൂ. പ്രസാദം ആവണമെന്നുണ്ടെങ്കിൽ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് സേവിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നില്ല 1 മണിക്കൂർ ഇരിക്കണമെന്ന്. ഒന്ന് ഇവിടെ വന്നിരുന്ന് 3 നാരായണം ജപിക്കാൻ എത്ര സെക്കൻഡ് വേണം? 30 സെക്കൻഡ് തികച്ചു വേണ്ട.
ഈ പന്തലിൽ എവിടെയെങ്കിലും കയറി നിൽക്കുക, ഒരു അരികത്ത് നിൽക്കുക, വിഗ്രഹത്തിലേക്ക് നോക്കുക, 3 തവണ നാരായണ 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 മതി. തുടക്കം അവിടുന്ന് സാധിക്കുള്ളൂ. പിന്നെ ആ 3 സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ, പിന്നെ ഇവിടുത്തെ ഭാരവാഹികളൊക്കെ ആയിട്ട് അവർ മാറും തനി. അത് ഭഗവാൻ മാറ്റും. അത് ഭഗവാന്റെ ഒരു പാരമ്പര്യം. ഭഗവാൻ അങ്ങനെ മാറ്റിയ നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു വലിയ നിരീശ്വരവാദിയുള്ള ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭഗവാനിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ അദ്ദേഹം പറഞ്ഞു, ഭഗവാനൊന്നും ഇവിടെ ഒന്നും ഇല്ല, അതൊക്കെ എന്തൊക്കെ കാണിക്കണം, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അമ്മാവൻ മേൽശാന്തിയായിരുന്നു ഗുരുവായൂർ. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നത്. കാര്യം തെറ്റൊന്നുമില്ല, അദ്ദേഹം സഹായിക്കും, വെള്ളമൊക്കെ കോരി കൊടുക്കും, ചന്ദനം അരച്ചു കൊടുക്കും, പായസം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഭഗവാനെ പോയി തൊഴില്ല, അവിടെ ഒന്നുമില്ല എന്നാ പറയുക. കുറച്ച് കഴിഞ്ഞപ്പോ ഈ നന്നായിട്ട് പണിയൊക്കെ എടുക്കാൻ വയ്യാണ്ടായി തുടങ്ങി. കാരണം വയറുവേദന വന്നു, അതിശക്തമായിട്ടുള്ള വയറുവേദന. ഞാൻ പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമോ 12-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമല്ല കേട്ടോ. ഈ 1980-കളിലും 70-കളിലൊക്കെ ഗുരുവായൂർ നടന്ന കാര്യം പറയണം, അല്ലാണ്ട് പ്രാചീന കാലത്ത് എന്തോ അല്ല. നല്ല വയറുവേദനയാണ്, വെള്ളം കോരാൻ പറ്റുന്നില്ല, ചന്ദനം അരയ്ക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. തൃശ്ശൂർ ജില്ലയിലും ഗുരുവായൂരുള്ള സകലമാന ഡോക്ടർമാരുടെ അടുത്ത് കയറി ഇറങ്ങി വയറുവേദന മാറ്റാൻ. ആദ്യം അലോപ്പതി, ആയുർവേദം, യുനാനി എന്തൊക്കെയുണ്ടോ അതൊക്കെ നോക്കി. വയറുവേദന ദിവസവും കൂടുന്നല്ലാണ്ട് കുറയണില്ല. അവസാനം അമ്മാവനായിട്ടുള്ള മേൽശാന്തിയോട് പോയി പറഞ്ഞു, ഞാൻ ഈ പണി നിർത്തുകയാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ കൂടി വേദന കൂടുന്നതല്ലാണ്ട് ഒരു വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് ഇതിന് വല്ല ചികിത്സ ഉണ്ടോ നോക്കട്ടെ എന്നാ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. എല്ലാരെയും കാണിച്ചു. ഇപ്പൊ ഞാൻ കാണാത്ത ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടോ? ഓരോ ഡോക്ടറുടെയും അപ്പോയിന്റ്മെന്റ് ടൈം അടക്കം ഇപ്പൊക്കെ അറിയാം. കാരണം അത്ര തവണ പോയിട്ടുണ്ട്. ഓരോ മരുന്നുശാല എവിടെയെന്ന് എനിക്കറിയാം. ഞാൻ കാണാത്തൊരു ഡോക്ടറോ എവിടെ കാണിച്ചു കൊടുത്തു. ആ ശ്രീലകത്തേക്ക് നോക്കി, ഇത് അവിടെ ഉണ്ട്, പോയി കണ്ടോ. ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, അദ്ദേഹം വാതരോഗം മാത്രമല്ല ചികിത്സിക്കുകയാണ്, പൊതുവിൽ എല്ലാ ട്രീറ്റ്മെന്റും എടുക്കും. ജനറൽ മെഡിസിൻ ആണ് ഗുരുവായൂരപ്പൻ. ആദ്യമായിട്ടാ പോണേ, ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്ത്? വയറുവേദന മാറണം. ആദ്യമായിട്ട് പോയി ഒരു തവണ നോക്കി. ആ നോട്ടത്തിൽ ഈ ഗുരുവായൂരപ്പന്റെ പ്രശ്നമുണ്ട്, ഭഗവാൻ ഈ നോക്കുന്ന സമയത്ത് ഈ ഹുക്കിടും. ഈ ഹുക്ക് നിങ്ങൾ ജന്മം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല. നോക്കേണ്ട ചിലവേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു, 3 സെക്കൻഡ് ഇവിടെ നിന്ന് നാരായണനെ ജപിച്ച നിങ്ങൾ നാളെ 3 സെക്കൻഡ് അല്ല ജപിക്കുള്ളൂ. നിങ്ങളത് 3 മിനിറ്റ് ആക്കി ഉയർത്തും, 30 മിനിറ്റ് ആക്കി ഉയർത്തും, 3 ദിവസമാക്കി ഉയർത്തും, പിന്നെ ഇവിടെ തന്നെ ആവും. അതാണ് വേണ്ടത്. അതാണ് ഭാഗവതം കൊണ്ടും തരിക. അങ്ങനെ നാരായണ എന്ന് ജപിച്ചു തുടങ്ങിയ ഒരാളുണ്ട് ഗുരുവായൂർ. അദ്ദേഹം പിന്നീട് ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഭക്തനായി മാറി. അദ്ദേഹത്തെ ഭഗവാൻ ഒരു പട്ടം നൽകി ആദരിച്ചു ഗുരുവായൂർ ദേവസ്വം. തിരുനാമാചാര്യൻ. ആരാത്? ആഞ്ഞം മാധവൻ നമ്പൂതിരി. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ കുളത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇടതു ഭാഗത്തേക്ക് നോക്കി അവിടെ നാരായണാലയം എന്ന് പറഞ്ഞൊരു കെട്ടിടം കാണാം ഗുരുവായൂർ. അത് അദ്ദേഹം സ്ഥാപിച്ചാണ്. നാരായണാലയം, തിരുനാമാചാര്യൻ. അതിനകത്തേക്ക് നോക്കി അദ്ദേഹത്തിന്റെ പ്രതിമ കാണാം. ഒരു വെള്ള മാർബിളിൽ ഉണ്ടാക്കിയ ഒരു പ്രതിമ, കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവും. വിശേഷമായിട്ട് അവിടെ പൂന്താനം സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹം അതിനകത്ത് തന്നെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ആർക്കെങ്കിലും ഞാൻ ഒന്ന് അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പൂന്താനം ഇല്ലത്തുനിന്ന് കിട്ടിയ വിഗ്രഹം എവിടെ കൊടുക്കണമെന്ന് പ്രശ്നം വെച്ചു ഇത്ര. ഗുരുവായൂർ കൊടുക്കണമെന്ന് വെച്ചപ്പോലും ഗുരുവായൂർ കൊടുക്കണമെന്നാണ് കണ്ടത്. എവിടെ കൊടുക്കണം? ആഞ്ഞത്തിന് കൊടുക്കാനാണ് പറഞ്ഞത്. ഏതാഞ്ഞത്തിന്? ഇത്ര നാൾ ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് പറഞ്ഞു നടന്ന് ഒരു വയറുവേദന കൊണ്ട് ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തനായി മാറിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആർക്കാണ് സാധിക്കാത്തത്? എത്ര വലിയ നിരീശ്വരവാദിക്കും. പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു വാചകമുണ്ട്, അത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോണേ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഞാൻ നിരീശ്വരവാദികൾ എന്ന് വായിക്കുള്ളൂ, അല്ലെങ്കിൽ എത്തീസ് എന്ന് വിളിക്കുള്ളൂ. ഇന്ന് അവനവനിൽ വിശ്വാസമില്ലാത്ത ആളെ ഞാനത് വിളിക്കുക പറഞ്ഞു. അവനവനിൽ വിശ്വാസം വേണം ആദ്യം. എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. ആ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അഹങ്കാരം ആവാതിരിക്കുകയും വേണം. രണ്ടിനും അതിനു വേണ്ടിയിട്ടാണ് ആ ജ്ഞാനം എന്നെ കൊണ്ട് സാധിക്കും, അത് എന്നിലുള്ള ഭഗവാന്റെ ആ ചൈതന്യം കൊണ്ടാണ് എന്നുള്ള ജ്ഞാനം ഉണ്ടാക്കിയെടുക്കാനാണ് ഭാഗവതം. നിങ്ങൾ ഇനി ഉച്ചയ്ക്ക് ശേഷം കേൾക്കാൻ പോകുന്ന പാലാഴി മഥനം കഥ എന്താ അതിൽ പറയണേ? മന്ദര പർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന് പറയുന്ന നാഗത്തെ കയറാക്കി ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും നിന്ന് വലിച്ചു. അപ്പൊ അമൃതം കിട്ടി. ഇത് കഥയാണ്. കഥയായിട്ടാണോ നമ്മൾ കാണുന്നത്? ഈ കടച്ചില് പണ്ട് ഏതോ കാലത്ത് പാലാഴിയിൽ നടന്നതല്ല. ഇതിപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കടയുന്നുണ്ട്.
ഒരു ഭാഗത്ത് ഒരു നല്ല കാര്യം, ഇപ്പൊ ചെറുവത്തിയൂർ അമ്പലത്തിൽ സപ്താഹം ഉണ്ട്, പോയാലോ എന്നുള്ള ചിന്ത ഇങ്ങോട്ട് പിടിച്ച് വലിക്കും ദേവന്മാര്. അവിടെ പോയിട്ട് ഇവിടെ എന്താ, ഇവിടെ ആവുമ്പോ ചില വേണ്ട വിശേഷപ്പെട്ട വിഭവങ്ങളൊക്കെ കൂട്ടി ഇവിടെ കഴിക്കാം, അവിടെ പോയാൽ ഒന്നും കിട്ടില്ല, ചോറും രസവും സാമ്പാറും ഉള്ളൂ. അപ്പൊ അപ്പുറത്തേക്ക് പിടിച്ച് വലിക്കും. അപ്പൊ വീണ്ടും വലിക്കും, അവിടെ പോയാൽ പാട്ട് കേൾക്കാം, ഭഗവാനെ കുറിച്ച് ഓർക്കാം, നല്ല ചിന്തകൾ ഉണ്ടാവും. ആ സമയം TV കണ്ടൂടെ, പിടിച്ച് കിടന്ന് വലിക്കും. ഇത് നിരന്തരം നടക്കുന്നുണ്ട്, നിങ്ങളെ കാണാത്തതാണ്, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഏതൊരു സന്ദർഭവും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഇനി നാളെ ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നതിന് മുമ്പ് ഭഗവാന്റെ ബലരാമ അവതാരം പറയും. ഭഗവാന്റെ ഏട്ടൻ സംഘർഷണമൂർത്തിയായിട്ട് ജനിച്ചു. ഭഗവാൻ ബലരാമന്റെ ജയന്തി എന്ന ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ്? അഷ്ടമി രോഹിണി അല്ലെ? ചിങ്ങമാസത്തില് അഷ്ടമി തിഥിയില് രോഹിണി നക്ഷത്രത്തിൽ ഭഗവാൻ അവതരിച്ചു. ഈ ബലരാമന്റെ ജയന്തി എന്നാ? ബലരാമന്റെ ജയന്തി എന്നാ? സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം എന്നാണ്? അതറിയാത്ത ആരാളുള്ളത്? അന്നത്തെ ദിവസമായിട്ടോ പാവം ബലരാമൻ ജനിച്ചത്. ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അക്ഷയ തൃതീയ യഥാർത്ഥത്തിൽ ബലഭദ്ര ജയന്തിയാണ്. പോട്ടെ, അപ്പൊ വലിയ കാര്യമൊന്നുമില്ല. ഭഗവാന്റെ ഏട്ടൻ അല്ലെ? ഈ കാല് കുത്തി നിൽക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ കാണുന്ന മണ്ണ്, ഇത് നമുക്ക് ആര് വീണ്ടെടുത്ത് തന്നു നമ്മൾ പറയാ? പരശുരാമൻ, ഭഗവാന്റെ അവതാരമാണ് അല്ലെ? ഈ പരശുരാമ ജയന്തി എന്നാ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ മലയാളികളെങ്കിലും മനസ്സിലാക്കണ്ടേ. എന്നാണ് നമുക്ക് കേരളം വീണ്ടെടുത്ത് തന്ന ആളെ നമുക്കറിയില്ല എന്ന് പറഞ്ഞ മഹാബലി ചക്രവർത്തി, അദ്ദേഹം നമ്മുടെ കേരളം ഗംഭീരമായിട്ട് ഭരിച്ചു, നമ്മൾ അദ്ദേഹത്തെ ഓണത്തിന് ഓർക്കുന്നുണ്ട്, ഒക്കെ നല്ലതാണ്. ഈ കേരളം സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത് തന്ന് ഈ കാണാവുന്ന ദുർഗാലയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ പരശുരാമൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ആളുടെ പിറന്നാൾ എന്നാ? അഗെയിൻ അക്ഷയ തൃതീയ ദിവസമാണ് ബലരാമ ജയന്തി, ഭാർഗവ ജയന്തി, രണ്ടും അന്ന ദിവസം. നമുക്ക് എന്തേ അറിയുള്ളൂ? അന്ന് വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. അപ്പൊ നോക്കൂ, ഭക്തി മാറി ജ്ഞാനമാവുന്നത് എവിടെയാണ്? യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോഴാണ്. പണ്ട് നാരായണീയം, ഞാനവിടെ ബുക്ക് കണ്ടുകൊണ്ട് അത് ഭഗവാൻ പറയാൻ ഓർമ്മിപ്പിച്ചതായിരിക്കാം. എന്തിൽ നിന്നും എടുക്കേണ്ടത് മാത്രം എടുക്കാതിരിക്കുന്നത് കൊണ്ടുള്ള അപകടമാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി ഇൻസ്റ്റാഗ്രാമിലുള്ള ഏതോ ഒരു ചേട്ടൻ, അദ്ദേഹം ഇത് പറയുന്നതിന്റെ ഒരു വീഡിയോ അയച്ചു തന്നു. കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കാൻ പാടില്ല. കണ്ടിരുന്നോ വീഡിയോ? കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് മൂപ്പര് സംശയം എന്നാണ് പറയുന്നത്. അതുണ്ടാവുത്ര. രാധയ്ക്ക് കൃഷ്ണൻ എപ്പോഴും സംശയമായിരുന്നല്ലോ, അതുകൊണ്ട് കൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കാൻ പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അതിന്റെ താഴെ വന്ന ഏതോ രസികനായിട്ടുള്ള ഒരാൾ കമന്റ് ചെയ്തിരുന്നു, ശിവന്റെ ഫോട്ടോ വെക്കാൻ പാടില്ല, മൂന്നാമത്തെ കണ്ണിൽ തീയുണ്ടല്ലോ, ഒത്ത കത്തി പോയില്ലേ. ഇങ്ങനെയൊക്കെയുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസമാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി യഥാർത്ഥ രീതിയിലുള്ള ധർമ്മബോധം എന്ന് അവരെ പഠിപ്പിക്കാൻ ഭാഗവതം പോലെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല. ഈ കുട്ടികളെ നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, എന്ത് അമ്മ ഈ സപ്താഹത്തിന് വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും, നിങ്ങൾ എന്ത് പറയും? മാറുമെന്ന് പറയും, മാറില്ല എന്ന് പറയും? മാറും. ഇതേ കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, സപ്താഹത്തിന് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമോ? അകത്തേക്ക് നോക്കിയാൽ കാണാമല്ല, നേരിട്ട്. അങ്ങനെ കണ്ട ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ആ ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ബിൽഡിംഗ്, കൂത്തമ്പലം, ഗുരുവായൂർ കൂത്തമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു പണ്ട് ഗുരുവായൂർ എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക സപ്താഹങ്ങൾ നടന്നിരുന്നത്. ഇപ്പൊ അത് ആധ്യാത്മിക ഹാളിലേക്ക് മാറ്റി, മുകളില്. അവിടെ സപ്താഹം നടത്തിയിരുന്ന ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ എന്നാണ്. അദ്ദേഹം സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ചാടി എഴുതിട്ട് പറയുന്നേ, അതാ നിൽക്കണോ, നമസ്കരിച്ചോളൂ. ഭഗവാൻ കേൾക്കാൻ വന്നിട്ടുണ്ടാവുന്നതാണ്. നോക്കുന്ന ആൾക്കാര്, സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്ന് പറയാം ഭഗവാന്. നിൽക്കണു, ദാ വന്നിരിക്കണു, നമസ്കരിച്ചോളൂ. അങ്ങനെ കാണിച്ചു കൊടുത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ മാത്രം കാണിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ കൂടെ എന്തുകൂടെ കാണിക്കാൻ നിന്റെ ഉള്ളിലുണ്ട് കേട്ടോ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്? കൈ പൊക്കോ കൊണ്ടുവരുന്ന ആൾക്കാർ? ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ മുക്കിലെവിടെയെങ്കിലും? എന്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാത്തത്?
ഞാൻ നിങ്ങളോട് ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പറയും. നമ്മുടെയൊക്കെ കൺസെപ്റ്റ് അനുസരിച്ച് ഭൂമിയിലെ ആദ്യത്തെ പുരുഷൻ, ആദ്യത്തെ സ്ത്രീ ആരാ? ആ മോള് പറഞ്ഞു കേട്ടോ. ആദ്യത്തെ പുരുഷൻ പറയൂ, ആദം. ആദ്യത്തെ സ്ത്രീ ഹവ്വ. ഓൺ ബേസിസ് ഓഫ് വിച്ച് ബുക്ക്? ഏത് ബുക്കിൽ? സനാതന ധർമ്മം അനുസരിച്ച് ആദ്യത്തെ പുരുഷന്റെ പേരെന്ത്? ആദ്യത്തെ സ്ത്രീയുടെ പേരെന്ത്? പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദോവിനെയും ഔവേനെയും അറിയാലോ. ഹിന്ദു മതപ്രകാരം ആദ്യത്തെ പുരുഷന്റെ പേരെന്ത്? ആദ്യത്തെ സ്ത്രീയുടെ പേരെന്ത്? ഇതാണ് നമ്മൾ കൊടുക്കുന്ന ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം. അത് ഊഹം പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ കൂടെ പഠിക്കേണ്ട ഒന്നുകൂടി ഉണ്ട്. സ്വയംഭൂ മനു എന്നും ശതരൂപ ദേവി എന്നും പറയുന്ന രണ്ടുപേരെ കുറിച്ച് ഭാഗവതം പറയുന്നുണ്ട്. അവരാണ് ബ്രഹ്മാവിന്റെ ആദ്യത്തെ സൃഷ്ടിയിൽ ഉണ്ടായിട്ടുള്ള പുരുഷനും സ്ത്രീയും. പുരുഷന്റെ പേര് സ്വയംഭൂ മനു. ആ മനുവിൽ നിന്നുണ്ടായവരാണ് മനുഷ്യർ. മനനം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് മാത്രമല്ല, മനുവിന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ടും കൂടിയാണ് മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസത്തിൽ നാമജപത്തിന്റെ പ്രാധാന്യം നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഒന്നിനും ലിമിറ്റേഷൻ ഇല്ല. നിങ്ങളിപ്പോ തൊണ്ട പൊട്ടി നാരായണ എന്ന് വിളിച്ചാൽ നിങ്ങൾ ഇവിടെ ഒരാളൊന്നും പറയില്ല. തൊണ്ട പൊട്ടി നിങ്ങൾ ഗോവിന്ദ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരാളും നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങളിപ്പോ കൃഷ്ണാവതാരം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നൃത്തം ചെയ്തെന്ന് വിചാരിക്കുക, നിങ്ങളോട് മതി എന്നാരെങ്കിലും പറയുമോ? ആരും പറയില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടികൾ പഠിക്കണതിന്റെ ഇടയിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചാൽ ചിലപ്പോ ബുദ്ധിമുട്ടാവും. അതിനാണ് ക്ഷേത്രങ്ങൾ, അതിനാണ് യജ്ഞം ഇവിടെ വെച്ച് നടത്തണം. വീട്ടിലിരുന്നാലും ഇതൊക്കെ നടക്കുമല്ലോ വ്യാസം ചോദിക്കുന്ന ആൾക്കാരോട് അത്രേ ഉത്തരവുള്ളൂ. ഭർത്താവ് ഫുൾ വോളിയത്തിൽ ചാനൽ ചർച്ച കാണുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നാരായണ എന്ന് വിളിച്ചുള്ള അവസ്ഥ ആലോചിച്ചു. അങ്ങനെ പറ്റാത്ത നിരവധിയായിട്ടുള്ള അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. എനിക്കറിയാം പേഴ്സണലി. അവർക്കൊക്കെ വേണ്ടി ആ ക്ഷേത്രം. ഇവിടെ വന്നാൽ ഒന്നിനും തടസ്സമില്ല. ഇവിടെ നിങ്ങൾക്ക് നാമം ജപിക്കാം, ഇവിടെ നിങ്ങൾക്ക് ഭഗവാനെ തൊഴാം, എന്തും ചെയ്യാം. അതും നിങ്ങളുടെ ദേശത്തെ ക്ഷേത്രമാകുമ്പോൾ അതിന് പ്രാധാന്യം കൂടുതലാണ്. നിങ്ങൾ ഇവിടെ ആരും പിടിച്ചു മാറ്റില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ, ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു 10 സെക്കൻഡ് നിൽക്കാൻ? ആരെങ്കിലും നിങ്ങളോട് നിന്നോളൂ കേട്ടോ, കുറച്ച് കഴിയട്ടെ, തൊഴുതു പോരാ, നീ തൊഴുതു ആരെങ്കിലും പറയൂ? ഒരു തിലകം, ഒരു മാല, ഒരു കിരീടമൊക്കെ കണ്ടാൽ കണ്ടു. ഇവിടെ നിങ്ങൾ ആര് പിടിച്ചു മാറ്റും? ഈ ഭാഗവത വേദിയിൽ നാളെ ഗുരുവായൂരപ്പൻ വന്ന് അവതരിക്കുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറയോ കണ്ടത് മതി? അതുകൊണ്ട് കുട്ടികളെ, ഞാൻ എന്റെ പ്രഭാഷണങ്ങളൊക്കെ, എനിക്ക് എന്റെ ഓഡിയൻസ് എന്ന് പറയുന്ന അമ്മമാരും ആ അമ്മമാരിലൂടെ എനിക്ക് സംവദിക്കാനുള്ളത് ഈ ഇരിക്കുന്ന മക്കളോടാണ്. ഇവരോട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓം വിശ്വം വിഷ്ണു വശത്കാരം എന്നൊക്കെ പറയുമ്പോൾ അവരെന്ത് കുന്തായിയാണ് പറഞ്ഞത് പറ്റി. നേരെ മറിച്ച് 2 കഥ പറഞ്ഞു കൊടുത്ത അവർ ഇനി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവായി, ഇന്ന് 2ാം ദിവസമല്ലേ ആണ്, ദയവായി 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 ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുന്നു, കുട്ടികളെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ കൊണ്ടുവരണം, ലളിതാ സഹസ്രനാമം ചൊല്ലാൻ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു നേരെങ്കിലും കൊണ്ടുവരൂ. എന്തിനു വേണ്ടിയാ വിഷ്ണു സഹസ്രനാമം? എത്ര പേർക്ക് ധാരണ ഉണ്ട് വിഷ്ണു സഹസ്രനാമം മോക്ഷം കിട്ടാനുള്ളതാണ്? അങ്ങനെ ഉണ്ടോ? വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ മോക്ഷാണോ കിട്ടുക? എന്തിനു വേണ്ടിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്? അതൊരിക്കലും മോക്ഷ സാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദൗത്യം അതിനുണ്ട് എന്ന്. ഇവിടെ സ്ഥിരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന അമ്മമാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? സന്തോഷം, സന്തോഷം. വിഷ്ണു സഹസ്രനാമം ആർക്ക് ഉപദേശിച്ചു? നമ്മൾ ഇരിക്കും കമറം പടിഞ്ഞ് ഓം വിശ്വം വിഷ്ണു വശത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതകൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്ന് പറഞ്ഞിങ്ങനെ ചൊല്ലും. ഇതിനെ ഒരു റൊട്ടീനാക്കി, ഇതിനെ ഒരു ആക്ഷനാക്കി, ഇതിനെ ഒരു പ്രോസസ്സാക്കി കാണാതെ അത് എന്തിന് സംഭവിച്ചു എന്നുകൂടെ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു മോനോട് അല്ലെങ്കിൽ മോളോട് നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലു മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയുമ്പോൾ ആ കുട്ടി തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, അമ്മേ, അച്ഛാ, ചേച്ചി, ഇത് ചൊല്ലിയിട്ട് എന്താണ് കിട്ടുക?
എന്താ നമുക്ക് ഉത്തരവുള്ളത്? നിനക്ക് ഭക്തി ഉണ്ടാവും മോനെ. നിങ്ങൾ അവരോടൊരു കിൻഡർ ജോയ് ഒരു കയ്യിലും ഇപ്പുറത്തെ കയ്യിലും ഭാഗവതം പിടിച്ചിട്ട് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ഏതെടുക്കും? ഭാഗവതം. അവർക്ക് വേണ്ട തരത്തിൽ കൊടുക്കാൻ പഠിക്കുക. നമ്മുടെ പണ്ട് മുത്തശ്ശിമാരൊക്കെ ഈ കഷായമൊക്കെ തരുമ്പോ പാലാണ് പായസമാണെന്നൊക്കെ പറഞ്ഞ് വായിൽ ഒഴിച്ചു തരും അല്ലെ? അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീലായിരുന്നു, ഒരു ഫ്രൂട്ടി കുട്ടി മരുന്ന് കഴിയുന്നില്ല, മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ഫ്രൂട്ടിയുടെ അറ്റത്ത് ഒരു ഹോൾ ഉണ്ടാക്കി ടോണിക്കിന്റെ ഡബ്ബ അതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി, എന്നിട്ട് അതിന്റെ മുകളിൽ സ്റ്റോട്ട് പുറമേക്ക് കാണുമ്പോ ഫ്രൂട്ടിയാണ്, കുടിച്ചാൽ കിട്ടുന്നത് മരുന്നാണ്. അങ്ങനെ കൊടുത്ത ശീലിക്കണം. പിന്നെ അവർ കഷായം സ്വന്തം ഇഷ്ടപ്രകാരം കുടിച്ചോളൂ. ഞാൻ പറഞ്ഞു വന്ന വിഷ്ണുസഹസ്രനാമത്തെ കുറിച്ചായിരുന്നു. വിഷ്ണുസഹസ്രനാമം ആരുപദേശിച്ചു? ആർക്കുപദേശിച്ചു? ഭീഷ്മർ ഉപദേശിച്ചു. ആർക്കുപദേശിച്ചു? യുധിഷ്ഠിരൻ ഉപദേശിച്ചു. മോക്ഷം കിട്ടാനാണോ? ആണോ? യുദ്ധം കഴിഞ്ഞ് രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിര് കവിഞ്ഞ് ആശയക്കുഴപ്പമുണ്ടായി. എന്ത്? എന്റെ സഹോദരന്മാരുടെ ചോരയിൽ ചവിട്ടിക്കൊണ്ട് ഈ സിംഹാസനത്തിലേക്ക് കയറണം. രാത്രിക്ക് രാത്രി ഭഗവാനെ വിളിച്ചു വരുത്തി പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഈ സിംഹാസനം വേണ്ട, ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കർണന്റെ മുഖം ഓർമ്മ വരും, എനിക്ക് വേണ്ടി മരിച്ച എന്റെ അഭിമന്യുവിന്റെ മുഖം ഓർമ്മ വരും, എത്രയോ എത്രയോ പാഞ്ചാലിയുടെ മക്കളുടെ കാര്യം ഓർമ്മ വരും, ഘടോൽക്കച്ചന്റെ മുഖം ഓർമ്മ വരും. എന്റെ എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ ഞാനും ദുര്യോധനും ദുശാസനൊക്കെ, അവരുടെ ഒക്കെ മുഖം എനിക്ക് ഓർമ്മ വരും. ഇവരുടെ ഒക്കെ മുഖം ഓർത്തുകൊണ്ട് ഞാൻ എങ്ങനെ ഇതിന്റെ മുകളിൽ ഇരിക്കും ഭഗവാനെ? ഭഗവാന്റെ ഒരു ചെറിയ ഉപദേശത്തിന് ശേഷം ഭഗവാൻ നേരെ കൊണ്ടുപോകുന്നത് കുരുക്ഷേത്രത്തില് ഭീഷ്മരുടെ മുമ്പിലേക്കാണ്. കേനോബായന ലഘുന എന്ന് പറഞ്ഞ് രണ്ടാമത് ഭാഗവത് ചോദിക്കുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്, എന്ത്? ഈ പറഞ്ഞ പാപങ്ങളൊക്കെ മാറ്റാൻ, ഈ ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോവാൻ എന്തെങ്കിലും വിധിയുണ്ടോ ആചാര്യ പിതാമഹ എന്ന് ചോദിക്കുമ്പോ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത്? തളർന്നു പോയ മനസ്സിനെ ഉയർത്താൻ വേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യാശ്രമങ്ങൾ നടത്തുന്നതിന് കാരണക്കാരനായി വരുന്ന ഒരു അസുഖമുണ്ട്. എന്താണെന്നറിയോ? അത് ഷുഗർ അല്ല, ഡയബറ്റിക് അല്ല, ഡിപ്രഷൻ. ഈ അമ്മയല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു പിങ്ക് ഇൻഡിഗോ കളർ ഈ ബ്ലൗസ് ഇട്ട ഈ അമ്മ, ഈ അമ്മയുടെ അടുത്ത് ഞാൻ പറയാണ്, അമ്മേ വിഷമം ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ തല്ലും. വിഷമം അസുഖമോ? ദുഃഖം ഒരു അസുഖമാണ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇരിക്കുന്നതിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ചിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിപ്രഷൻ ഈസ് എ ഡിസീസ്. വിഷാദം ഒരു രോഗമാണ്. ഇന്ന് മനസ്സ് കൈവിട്ടു പോകുന്നു, മനസ്സിൽ ആശങ്കകൾ നിറയുന്നു, എന്തിനും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിലേക്ക് വരുന്നു. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ നല്ല വശത്തെ കുറിച്ചല്ല ആദ്യം ചിന്തിക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഈ കണ്ടീഷനിൽ ഒരാളെ റോൾ മോഡലാക്കി ഭീഷ്മർ ഉപദേശിച്ചത് യുധിഷ്ഠിരനോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരോടും കൂടിയാണ്. താഴ്ന്നു കിടക്കുന്ന മനസ്സിനെ ഉദ്ധരിക്കാനുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. മോക്ഷമൊക്കെ അതിന്റെ രണ്ടാമത്തെ വശം. ഭഗവാനിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ വീണു പോകുമ്പോൾ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ അനുഭവപ്പെടുമ്പോൾ, നിങ്ങൾ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. ഞാൻ നേരത്തെ കിളിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ ദാ ഇവിടെ ഇരിക്കുന്ന ഭഗവതി സാക്ഷാൽ ദുർഗ ശ്രീ പാർവതി. അമ്മയ്ക്ക് അറിയാമായിരുന്നു നമ്മുടെ അവസ്ഥ. എഴുത്തച്ഛൻ കണ്ടല്ലോ, മൂലം ഭാഗവതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല, മലയാളത്തിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്കിലും വായിക്കുമല്ലോ. ഇത് മുൻകൂട്ടി കണ്ട എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുമ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള 1000 നാമങ്ങളൊന്നും ഭാവിയിൽ ആരും തന്നെ ചൊല്ലാൻ പോവില്ല എന്ന് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആര്? സാക്ഷാൽ ശ്രീ പാർവതി ദേവി. അതുകൊണ്ട് എന്ത് ചെയ്തു? ദേവി നമുക്ക് വേണ്ടി മഹാദേവനോട് ചോദിച്ചു, കേനോ ബായേന ലഘുന, അല്ലെ, എന്തെങ്കിലും ഉപായം ഉണ്ടോ മഹാദേവ? എനിക്ക് വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചൊല്ലാനും കിട്ടിയ ഫലവും വേണം, എന്നാ മെനക്കെടാനും വയ്യ. ഏതാണ്ട് വൃത്തിക്ക് ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കും സഹസ്രനാമം ചൊല്ലാൻ. നല്ല വൃത്തിക്ക് ചൊല്ലാണ്. കാരണം ഓ വിശ്വം വിശ്വാസക്കാരും അതല്ല. അപ്പൊ ഈ 20 മിനിറ്റ് മെനക്കെടാനും വയ്യ, എന്നാ സഹസ്രനാമം ചൊല്ലിയ പുണ്യം കിട്ടാൻ വേണം. എന്തെങ്കിലും വഴിയുണ്ടോ ഭഗവാനെ എന്നാ ചോദിച്ചത്. അപ്പോ ശ്രീ ഭഗവാന് വാച എന്ന് പറഞ്ഞ അവിടെ പറയുന്നൊരു ശ്ലോകം ഉണ്ട്. എന്താ?
ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. നമ്മൾ എത്ര കാലമായി സഹസ്രനാമം ചൊല്ലുന്നുണ്ട് അല്ലെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്തുകൊണ്ട് ഇവിടെ ഈ ശ്രീരാമ ശബ്ദം 3 തവണ ഉപയോഗിച്ചു? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ 3 തവണ അവിടെ രാമ 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 എന്ന് പ്രയോഗിച്ചു. ഇപ്പൊ എന്താ ഭഗവാൻ പറഞ്ഞേ? ശ്രീരാമ രാമ രാമേതി 3 തവണ രാമ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ ഫലം കിട്ടി? സഹസ്രനാമം ഫലം കിട്ടി. അതെങ്ങനെ കണക്ക് ശരിയാവും? ഓം വിശ്വം വിഷ്ണു വഷത്കാരോ തൊട്ടിട്ട് സർവപ്രഹരണായുധ വരെ ഉള്ള 1000 നാമങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഈ 3 രാമ കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുക? അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഗുരുവായൂരപ്പനായിട്ട് കൊണ്ടുവന്ന് നിർത്തി ഒരാളെ കൊണ്ട് പറയിച്ചു. ഒരിക്കലും കഴിഞ്ഞ ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസം വർക്കല ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു പ്രഭാഷണം. അതിന്റെ പോസ്റ്റർ അന്ന് ഇപ്പൊ വലിയ പ്രശസ്തി ഉണ്ട് എന്നല്ല, അന്ന് ഇത്രയില്ല. പോസ്റ്റർ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ എടുത്തു, എന്നോട് പറഞ്ഞു ഞാൻ വിളിക്കുന്നത് കവടിയാർ പാലസ് നിന്ന് ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ സെക്രട്ടറിയാണ്, പത്മശ്രീ ഹിസ് ഹൈനസ് പത്മനാഭദാസ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ സെക്രട്ടറി. വ്യാസൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ തമ്പുരാട്ടി ഒന്ന് വന്ന് കാണണം, തമ്പുരാട്ടിക്ക് കാണണം താല്പര്യമാണ്. ഞാൻ ഇത് സ്വപ്നമാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തോന്നുന്നു. ഇനിയിപ്പം പ്രാങ്ക് ആണോ എന്ന് പറയാൻ പറ്റില്ല, ഇന്നിപ്പോ അതിന്റെ കാലമാണ്. ഒന്നുകൂടെ കൺഫേം ചെയ്തു. അപ്പൊ അതെ, കവടിയാർ പാലസിലെ നമ്പർ തന്നെയാണ്. ഞാൻ തമ്പുരാട്ടിയെ പോയി കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ച ഇതേ ചോദ്യം എന്നോട് ചോദിച്ചത് തന്നെയാ. വ്യാസൻ സഹസ്രനാമം ചൊല്ലാറുണ്ടോ? ഓ തമ്പുരാട്ടി, എന്തിനാ ഈ 3 തവണ രാമ ജപിക്കണേ? 1 തവണ രാമ, ശ്രീരാമനാമ തത്തുല്യം രാമനാമ വരാനെ എന്ന് പറഞ്ഞാൽ പോരെ? ശ്രീരാമ രാമ രാമേതി എന്തിനത് 2 തവണ കൂടെ എക്സ്ട്രാ ഗ്യാപ്പ് ഉള്ളത് ഇട്ടതാണോ? അല്ല, കൃത്യമായിട്ടുള്ള കാരണം പറഞ്ഞു. മലയാള അക്ഷരങ്ങളെ അക്കത്തിലേക്ക് മാറ്റുന്ന സമ്പ്രദായം ഉണ്ട് മലയാളത്തിൽ. കടബയാതി എന്നായി വിളിക്കുക. കടബയാതി സമ്പ്രദായം. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ നാരായണീയം വായിക്കുന്ന ആൾക്കാരാണെന്ന് കരുതുന്നു. അവസാനം നെൽപ്പത്തൂർ എന്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേ? ആയുരാരോഗ്യ സൗഖ്യം അല്ലെ നാരായണി. ഈ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ആ അക്കത്തെ അല്ലെങ്കിൽ ആ വാചകത്തെ അക്കത്തിലേക്ക് ഈ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാരായണീയം എഴുതി സമർപ്പിച്ച തീയതി കിട്ടും. ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എങ്ങനെയാന്നുള്ളത്. അതുപോലെ ഏതൊരു വാക്കിനും തത്തുല്യമായിട്ടുള്ള അക്കത്തിലുള്ള മൂല്യമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ വ്യാസൻ എന്ന് പറയുന്ന പേരിന് ചിലപ്പോൾ 22 എന്നായിരിക്കും മൂല്യം. രമണി എന്ന് പറയുന്ന പേര് ചിലപ്പോൾ 34 എന്നായിരിക്കും മൂല്യം. അങ്ങനെ ഓരോ വാക്കിനും മൂല്യമുണ്ട്. ഇപ്പറഞ്ഞ രാമ എന്ന ശബ്ദത്തിനും മൂല്യമുണ്ട്. ആ മൂല്യം എത്രയാണ്? 10 ആണ്. 10. അപ്പൊ നമ്മൾ 3 തവണ രാമ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 10 × 10 × 10 10 × 10 100 100 × 10 1000 സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനെ. അതുകൊണ്ട് അവിടെ 3 രാമ എന്ന് പറഞ്ഞത്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാൻ ബാക്കിയുണ്ട് അല്ലെ? എത്ര കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇതൊക്കെ അനുഭവിക്കുമ്പോഴല്ലേ സത്യത്തിൽ ഈ സനാതന ധർമ്മത്തിന്റെ മഹത്വം, ഇവിടെ വന്ന് ജനിച്ചതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഭാഗവതമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് അന്വേഷിക്കാനുള്ള ഒരു തിരിതെളിക്കലാണ് ഓരോ ഭാഗവത സപ്താഹവും നടത്തുന്നത്. ഞാൻ ഇന്നലെ കരുനാഗപ്പള്ളി പറഞ്ഞ കാര്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഒരു സപ്താഹം കഴിഞ്ഞിട്ട് അടുത്ത സപ്താഹം, അങ്ങനെ ഇല്ല കേട്ടോ. സപ്താഹങ്ങൾ കഴിയാന്നുള്ളൊരു പരിപാടി ഇല്ല. ഭാഗവത യജ്ഞം ചിലപ്പോൾ ഇവിടെ സമർപ്പിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ആ യജ്ഞം തുടർന്നുകൊണ്ട് പോകണം. എവിടെ? നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീട്ടിൽ, നമ്മൾ കാണുന്ന ചുറ്റുപാടിൽ ആ യജ്ഞം തുടരണം. അത് നിങ്ങൾ റോഡിൽ പോയിട്ട് ഭാഗവതം വായിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ യജ്ഞത്തിൽ നിന്ന് കിട്ടിയ അറിവിനെ നിങ്ങൾ അടുത്ത യജ്ഞം വരെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അടുത്ത യജ്ഞമാവും. അപ്പൊ വീണ്ടും കുറെ അറിവ് കിട്ടും, ഉപയോഗിക്കുക. യജ്ഞം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇങ്ങനെ തുടർച്ചയാണ്. ഇതിനൊരു എൻഡ് പോയിന്റ് ഇല്ല. നേരത്തെ ഇവിടെ
ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ച വരാഹാവതാരനെ നമ്മൾ പറയുള്ളൂ. ശരിക്കും വിളിക്കുക യജ്ഞവരാഹമൂർത്തി എന്നാണ്. യജ്ഞവരാഹാണ് മൂർത്തി. ആ ഭഗവാനാണ് നമ്മൾ ഭൂമി പൂജ ചെയ്യുന്നത്. ആ യജ്ഞം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മം. രുക്മിണി സ്വയംവര ദിവസം സാരി പൂജിക്കുക എന്നുള്ളതല്ല. ഒപ്പം അതിനെ കൂടുതൽ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഈ ആലഭാരങ്ങളൊക്കെ. നമ്മളിവിടെ കുചേലനെ കൊണ്ടുവന്ന് ഭഗവാനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുന്നത്, 2 കുട്ടികളെ മാലയിടുന്നത്, എല്ലാം അത് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അത് മാത്രമാണെന്ന് കരുതിപ്പോരുത്. ഏതൊരു ആചാര്യൻ എന്നോട് വിഷമത്തോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രുക്മിണി സ്വയംവരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അടുത്ത തവണ എന്നെ ആ സപ്താഹത്തിന് വിളിച്ചില്ല. നമുക്ക് എന്തിനേയും ആകർഷകമായിട്ട് കാണാൻ താല്പര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ നിങ്ങളോട്, ഇപ്പൊ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ചതുർബാഹു ആയിട്ടുള്ള ഭഗവാൻ ഈ മയിൽപ്പീലിയൊക്കെ ചൂടി 4 കൈയിൽ ശംഖം ചക്രമൊക്കെ ആയി നിൽക്കുന്നു, നല്ല മനോഹരമായിട്ടുള്ള ചിരി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിട്ട് കാണാൻ. ഒരു കല്ല്, ഒരു തരത്തിലുള്ള ആകൃതി ഇല്ലാത്തൊരു കല്ല് വെച്ചത് ഗുരുവായൂരപ്പനാട്ട കണ്ടോ, ഇതോ എത്ര പെട്ടെന്നാണ് ധാരണ മാറുന്നത് ആലോചിച്ച് നോക്കൂ. നമുക്ക് എപ്പോഴും ആകർഷകമായിട്ടുള്ള കാഴ്ചകളോടാണ് താല്പര്യം. സ്വാഭാവികമാണ്, അത് സംഭവിക്കും, അത് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആശ്വാസത്തിനാണ് പല ആൾക്കാരും യജ്ഞത്തിന് വരുന്നത്. ഇവിടെ ഇരുന്ന് അത്രയും സമാധാനം കിട്ടുമല്ലോ പറയാ. അതിന് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടിവരും. പക്ഷെ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, അതിൽ മാത്രം നിൽക്കരുത്, തുടർന്ന് പോകണം. ഇനിയും എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നാളെ ഇവിടെ ഉണ്ണിയൂട്ട് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയ ഭാഗ്യമായിട്ട് അതിനെ കാണുക. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് ഊണ് കൊടുക്കാൻ പറ്റുന്നത്, സന്തതി പരമ്പരകൾ ഉണ്ടാവാൻ ഇത്രയും നല്ലൊരു കാര്യം വേറെ ഇല്ല ഉണ്ണിയൂട്ടിനെ പോലെ. അത് നമ്മളിപ്പോ വീണ്ടും ഇവിടെ ആരംഭിച്ചതിന്റെ കാര്യമൊക്കെ ആചാര്യൻ പറഞ്ഞു. അവിൽക്കിഴി സമർപ്പിക്കുമ്പോ നമുക്കിപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സാകുന്ന അവിൽക്കിഴി സമർപ്പിക്കൂ. എത്ര പേർക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിനെ അവിൽക്കിഴിയാക്കിയിട്ട്? നേരെ മറിച്ച് ഒരു കഷ്ണം തുണിയിൽ ഇത്തിരി അവിലിട്ടിട്ട് ഭഗവാനെ ഇത് അവിടത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതീകമുണ്ട്, അപ്പൊ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ വേണം ഓരോ കാര്യങ്ങളെയും സമീപിക്കാൻ. അതുകൊണ്ട് യജ്ഞത്തിന്റെ അവസാനം കിട്ടുന്ന ഏറ്റവും വലിയ യജ്ഞപ്രസാദം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നാണയപ്പറയിലെ നാണയം ആയിക്കോട്ടെ, അവിൽക്കിഴി ആയിക്കോട്ടെ, ഭഗവാന്റെ ഫോട്ടോ ആയിക്കോട്ടെ, ചന്ദനവും കളഭവും ഒക്കെ ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ കൂടെ തന്നെ അടുത്ത യജ്ഞം വരെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാതെ ജീവിക്കാനുള്ള അറിവും കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് പരിഗണനാ വിഷയം. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് മേൽപ്പത്തൂര് പറഞ്ഞ സാധനം കിട്ടുള്ളൂ. എന്ത് ആയുരാരോഗ്യ സൗഖ്യം. അതുകൊണ്ട് ഓരോ യജ്ഞത്തിലും വരുന്ന സമയത്ത് ഇനിയും ഈ ഭൂമിയിൽ നിരവധിയായിട്ടുള്ള ശ്രീമദ് ഭാഗവത യജ്ഞങ്ങൾ നടക്കും. ഇനിയും നിരവധിയായിട്ടുള്ള കൃഷ്ണാവതാരവും രുക്മിണി സ്വയംവരവും ഒക്കെ ഇവിടെ നടക്കും. ആ നടക്കുന്ന ഓരോ യജ്ഞങ്ങളിൽ നിന്നും ആ കാഴ്ചകളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അതിൽ ഇരിക്കുന്ന തത്വാംശത്തെ കൂടി മനസ്സിലാക്കി ഹംസങ്ങളെ പോലെ ഭാഗവതം കേൾക്കാൻ നമുക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായാലാണ് ഭാഗവതം നിർവചിക്കപ്പെട്ട രീതിയിൽ. നോക്കൂ, ഭാഗവതം കേൾക്കുന്നത് ആരാ യഥാർത്ഥത്തിൽ? ആരാ കേൾക്കണേ? ചെറുപ്പത്തിലുള്ള നിങ്ങളോ? പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം കേൾക്കുന്നു. ആര് പറഞ്ഞു കൊടുക്കുന്നു? ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. പരീക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ഭാഗവതം കേൾക്കുന്ന ആളുടെ പ്രത്യേകത കേട്ടോ അമ്മ പറഞ്ഞത്. 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും എന്ന് ശാപം കിട്ടിയപ്പോഴാണ് ഭാഗവതം കേൾക്കാൻ തുടങ്ങിയത്. പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് എത്ര ദിവസം ഉണ്ട്? നാളെ കൃഷ്ണാവതാരം കാണാം എന്ന് ഉറപ്പുള്ള ആൾക്കാരുണ്ടോ? അപ്പൊ ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല. നാളെ കൃഷ്ണാവതാരം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ഗുരുവായൂരപ്പനോട് നന്ദി പറയാം. ഭഗവാനെ അവിടെ നിന്ന് കാരണം സാധിച്ചല്ലോ. നാളെ രുക്മിണി സ്വയംവരം കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്ന് വീണ്ടും പറയാം. അപ്പൊ അതുകൊണ്ട് മരണാസന്നനായിട്ടുള്ള ഭാഗവതം കേൾക്കാനിരുന്ന പരീക്ഷത്തിലെ പോലെ അല്ല നമ്മൾ ഇരിക്കണം. നമുക്ക് എൻജോയ്മെന്റ് ആവാം, ഇതിൽ ഡാൻസും പാട്ടൊക്കെ നല്ലതാണ്. പക്ഷെ ആത്യന്തികമായിട്ടുള്ള ഭാഗവതാമൃതത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹംസങ്ങളായേ പറ്റുള്ളൂ. ഭാഗവതത്തെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം, മനസ്സിലും സ്വീകരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ചവരുടെ കൂടെയാണ് ഭഗവാൻ ഒരു ഉണ്ണിയായി എന്താ അമ്മ, എന്താ അച്ഛ, എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുള്ളൂ. അങ്ങനെ നടക്കാൻ നമുക്ക് സാധിക്കും.
അതിനാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെന്താ, പലതരത്തിലുള്ള ഭക്തന്മാരുടെ ഉദാഹരണം ഭാഗവതം പറഞ്ഞു. ഒക്കെ ഭഗവാന്റെ കഥകൾ നോക്കൂ. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ മാത്രമല്ല. ആരുടെ കൂടെ കഥകളാണ്? ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ കഥകളാണ്. ഇപ്പൊ നിങ്ങളോട് പറയാണ്, കൃഷ്ണൻ ഇതാ ഈ പാമ്പിന്റെ മുകളിൽ നൃത്തം ചെയ്തു, കൃഷ്ണൻ ഗോവർദ്ധനത്തെ ഉയർത്തി, കൃഷ്ണൻ അഗ്നി ഭക്ഷിച്ചു. ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് പറയും? ഓ, ഭഗവാനല്ലേ, അദ്ദേഹത്തിന് എന്താ സാധിക്കാത്തത്? അദ്ദേഹത്തിനെ കൊണ്ട് ഇതൊക്കെ നടക്കുമല്ലോ. ഇത് ഭഗവാന് മനസ്സിലായതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇനി എന്റെ കാര്യം വെച്ചിട്ട് കൂടുതലായിട്ട് പറയണ്ട, എന്റെ ഭക്തന്മാര് ചെയ്തത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പലാഴി മഥനം മുതൽ ശ്രീരാമാവതാരം വരെയുള്ള രംഗങ്ങളായിക്കോട്ടെ, നാളെ കൃഷ്ണാവതാരമായിക്കോട്ടെ, മറ്റന്നാളെ ഒരു കുഴി സമരം. നാളെയാണോ മറ്റന്നാളാണോ? മറ്റന്നാളാണ്. നാളെ വൈകിട്ടാണോ? മറ്റന്നാൾ രുക്മിണി സ്വയംവരം ആയിക്കോട്ടെ, സുധാമാചരിതം ആയിക്കോട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോ ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാനെ, അങ്ങ് ഈ ഭാഗവതത്തിലൂടെ എന്താണോ ഞങ്ങളോട് പറയാൻ ശ്രമിച്ചത് അതിന്റെ ഒരംശമെങ്കിലും എനിക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണേ. ശ്രീമദ് ഭാഗവതത്തിന്റെ 12ാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം പറയുന്ന സമയത്ത് തമാശയായിട്ട് കണ്ടാൽ മതി. കുറെ നേരം നിങ്ങളിങ്ങനെ ഡ്രൈ ആക്കി നിർത്തിയോളൂ. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, ഭഗവാൻ ഈ യാദവരുടെ നാശമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ കാട്ടിൽ പോയി തൻ്റെ ഒരു കാൽ താഴേക്കിട്ട് ഒരു കാലം മടക്കി വെച്ച് ധ്യാനാവസ്ഥയിലിരുന്നു. ഒരു കാട്ടാളൻ വന്ന് ആ കാല് കണ്ടപ്പോ മാനാണെന്ന് കരുതി ആ മാനിന്റെ കാലിലേക്ക് അമ്പ് ചെയ്തു. രണ്ടാമത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് കാട്ടാളൻ അമ്പ് ചെയ്തു എന്നുള്ള വാചകം എന്റെ വായിൽ വന്നില്ല. അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാന്റെ സ്വധാമത്തിലേക്ക് പോയി. ഉടനെ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ വേടൻ അങ്ങനെ ചെയ്യില്ല, അത് വേറെ വേടൻ. ആ വേടനെ അവർക്ക് അറിയുള്ളൂ. അതാണ് പ്രശ്നം. വേറൊരു വേടനം കൂടി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഭാഗവതം. ഞാൻ പറഞ്ഞു വന്നത്, ഭഗവാന്റെ സ്വർഗാരോഹണം ഉണ്ടായ സമയത്ത് ഭഗവാൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം പറയുന്നു, ഭാഗവതത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യം ലയിച്ചു എന്നാണ്. ഭാഗവതത്തിലാണ് ഭഗവാൻ ഉള്ളത്, വൈകുണ്ഠത്തിൽ മാത്രമല്ല. എന്താ ഈ വൈകുണ്ഠം? നമ്മൾ വൈകുണ്ഠം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഒരു 7 വാതിലുള്ള ഒരു വലിയൊരു സംഭവം, ഒരു കടല്, അതിന്റെ മുകളിൽ വലിയൊരു പാമ്പ്, അതിന്റെ മുകളിൽ ഒരാൾ ഇങ്ങനെ കിടക്കണു, നാളെ ഒരാളിരുന്ന് കാല് തിരുമ്മി കൊടുക്കണു, ഇതല്ല വൈകുണ്ഠം. പൂന്താനം പറഞ്ഞൊരു വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുകിന് എല്ലാവരും എന്നാണ് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് വൈകുണ്ഠം? അങ്ങനാണോ? വൈകുണ്ഠം എന്ന ശബ്ദത്തിനർത്ഥം വികുണ്ഠത ഇല്ലാത്ത സ്ഥലം എന്നാണ്. എന്ന് വെച്ചാൽ സംശയങ്ങൾ ഇല്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. എന്താ ഏറ്റവും വലിയ സംശയം? ഞാനല്ലാത്ത എന്തൊക്കെയോ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അതില്ലാതാകുന്ന സ്ഥലമാണ് വൈകുണ്ഠം. അതില്ലാതാകുന്ന സ്ഥലമാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നത്. അവിടെ ഇരുന്ന് ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പനോട് പറയാം, ഈ ഭഗവാൻ തന്നെയല്ലേ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ചെറുപ്പത്തിയൊരു ദുർഗയാണല്ലോ, അതും ഗുരുവായൂരപ്പനല്ലേ. ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശിവനാണല്ലോ, അതും ഗുരുവായൂരപ്പനല്ലേ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് വരുന്ന കാലത്തിൽ ഭാഗവത ധർമ്മത്തെ കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ എത്രയോ ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ഭാഗവതം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഭാഗ്യം ചെയ്താൽ പോരാ. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭാഗവതം കിട്ടണമെന്നുണ്ടെങ്കിൽ ജന്മാന്തരേ ഭവേത് പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേത്. എത്രയോ കോടി ജന്മങ്ങളുടെ പുണ്യം ഉണ്ടെങ്കിലാണ് അത്ര ഭാഗവതം കേൾക്കാൻ തോന്നുള്ളൂ. അത് തോന്നിയ ആൾക്കാരാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട്. എന്ത്? നിങ്ങൾ പ്രഹ്ലാദനെ പോലെ നിങ്ങളുടെ വീടിനപ്പുറത്ത് ഭാഗവതം കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവരെ കൂടി യജ്ഞത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പറഞ്ഞോളൂ, രുക്മിണി സ്വയംവര ദിവസം നല്ല ഭംഗിയാണ്, നല്ല ആട്ടവും പാട്ടവും ഒക്കെ ഉണ്ടാവും, അങ്ങനെങ്കിലും വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തവണ വന്ന് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൂടെ കൂടിക്കൊള്ളും. അപ്പോ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക. ഓരോ യജ്ഞത്തിന്റെയും തുടർച്ചയായി സംഭവിക്കുന്ന അടുത്ത യജ്ഞം വരെ ആ യജ്ഞത്തിന്റെ ധർമ്മം മനസ്സിലേക്ക് കൊണ്ടുവരിക. വരുന്ന തലമുറയിലുള്ള കുട്ടികളെ ഈ ധർമ്മം മനസ്സിലാക്കിപ്പിച്ച് വളർത്താൻ ശ്രമിക്കുക.
എന്ത് ആപത്ത് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ള വിശ്വാസം മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുക. അതുകൊണ്ട് നിങ്ങൾ അവിൽക്കിഴി സമർപ്പിക്കുമ്പോൾ അവിൽക്കിഴി കൊടുത്തിട്ട് നാളെ ലോട്ടറി അടിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. സിമ്പിൾ ടിപ്പാണ്. ഇപ്പൊ നോക്കൂ, നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് ആരെയാണ് പ്രാർത്ഥിക്കുക? ചാത്തനോ? അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം കാരണം. ലക്ഷ്മി അല്ലെ, ലക്ഷ്മിയാണ് സമ്പത്തിന്റെ ദേവത. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു ചേച്ചി, ഞാൻ ആരെയും എടുത്ത് പറയുന്നില്ല, ഒരു ചേച്ചി, ഇപ്പോൾ ചെറിയത്തിലുള്ളൊരു ചേച്ചി, ആ ചേച്ചി ഞാനിവിടെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തി, എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് പറയുന്നത്, ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാണ്, ചേച്ചി കൊടുത്ത സാരി എന്ത് ഭംഗി, ചേച്ചിയുടെ മുല്ലപ്പൂ എന്ത് നല്ല മുല്ലപ്പൂ, ചേച്ചിയുടെ കണ്ണെഴുത്ത് എന്ത് നല്ല കണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമാവില്ലേ? ആവും. സ്വാഭാവികം. ഒരു ഐഡന്റിറ്റിയുള്ള ഒരാളെ പിടിച്ചിരുത്തി പ്രശംസിച്ചാൽ സന്തോഷമാവും. അതേ ചേച്ചിയെ ഞാനിവിടെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള രാമൻകുട്ടിയേട്ടനെ ഞാൻ ഇന്നലെ കായംകുളത്ത് വെച്ച് കണ്ടിരുന്നു. എന്ത് നല്ല മനുഷ്യൻ, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ ചേച്ചി എന്ത് ഭാഗ്യവതിയാണ്. എനിക്ക് ചായ വാങ്ങിത്തരുന്നു, എനിക്ക് സമൂസ വാങ്ങിത്തരുന്നു, എന്നെ വണ്ടി കയറ്റി വിടാൻ തരുന്നു. ഇങ്ങനെ ഒരു ഭർത്താവോ, ഇങ്ങനെ ഒരു ഭർത്താവ് ലോകത്തുണ്ടാവോ? ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചേച്ചി പൂർവ്വജന്മ സുഹൃത്ത് എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ കിട്ടിയതെന്ന് പറഞ്ഞാൽ സന്തോഷാവില്ലേ? ഒന്നാമത് പറഞ്ഞത് കേൾക്കുമ്പോഴാണോ സന്തോഷമാവണേ? രണ്ടാമത് പറഞ്ഞത് കേൾക്കുമ്പോഴാണോ സന്തോഷമാവണേ? ഒന്നാമതോ സാരിയാണോ നല്ലത്? ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് കേൾക്കുന്നതാണ് കൂടുതൽ സന്തോഷം, തന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട്. ആണോ അല്ലയോ? അപ്പൊ ലക്ഷ്മി സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ ആരെ കുറിച്ച് പറയണം? അവർക്ക് പറയൂ, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയണം, അപ്പോഴേ ലക്ഷ്മി സന്തോഷിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സ്തുതിക്കണം? തമാശയായിട്ട് കണ്ണാവതി കേട്ടോ, ഗുരുവായൂരപ്പനെ സ്തുതിക്കണം. അങ്ങനെയെങ്കിലും ആൾക്കാർ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നോക്കൂ, ലക്ഷ്മി എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ, ലക്ഷ്മി എന്ന് പറയുന്നത് അസ്ഥിരയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ 4 തവണ പറയുന്നു അല്ലെ, 2 മണിക്ക് എനിക്ക് ട്രെയിൻ. ലക്ഷ്മി എന്ന് പറയുന്നത് അസ്ഥിരയാണ്. എവിടെ അമ്മ സ്ഥിരമായിട്ടിരിക്കില്ല, ഒരിടത്ത് കുറച്ചേരം ഇരിക്കും, അപ്പുറത്തേക്ക് പോവും. എന്നാൽ ലക്ഷ്മി എല്ലായിടത്തും സ്ഥിരമായിരിക്കുന്ന ഒരേ ഒരു സ്ഥലം എവിടെ? നിത്യം ചിത്തസ്ഥിതമ്മേ പവനപുരപദേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? പരമാനന്ദ സന്തോഹ ലക്ഷ്മി. ഭഗവാന്റെ കാലിന്റെ അടിയിൽ മാത്രമേ ആര് സ്ഥിരമായിട്ടിരിക്കുള്ളൂ? ലക്ഷ്മി ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ ആരെ ആശ്രയിക്കുക? ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ, ഭഗവാൻ ഊണ് കഴിക്കുന്ന സമയമാണ്, ഗുരുവായൂരും ഉച്ചപൂജ സമയമാണ്. ഭഗവാൻ പാലട പായസവും. നിങ്ങൾ എന്താ വിചാരിച്ച ഗുരുവായൂർ ഭഗവാൻ എന്തൊക്കെ കഴിക്കണം നിങ്ങൾക്ക് അറിയൂ? നെയ്യില് വറുത്ത കായ ചിപ്സ്, പാലട പായസം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പാലട പാൽപ്പായസം മാത്രമല്ല ഗുരുവായൂരുള്ളത്, പാലടയുണ്ട്. ഉച്ചയ്ക്ക് മാത്രമേ ഇരിക്കുള്ളൂ. ത്രിമധുരം ഊണ്, 4 കൂട്ടം കറി, എലിശ്ശേരി, കാലൻ, ഓലൻ, ഇതൊക്കെ കഴിക്കും. ഇതൊക്കെ കഴിച്ചിട്ടാ ഭഗവാൻ. അല്ലാണ്ട് ചോറും പായസവും മാത്രം കഴിക്കുന്ന ഒരാളല്ല ഗുരുവായൂരിക്കുന്നത്. ഹാപ്പിയാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ഊണ് കഴിക്കുന്ന സമയത്ത് ഭഗവാന്റെ വയറ് നിറയുന്നതോടുകൂടി എങ്ങനെയാണോ ഒരു ചീര ഇലയോ മുരിങ്ങയുടെ ഇലയോ എന്തോ കഴിച്ച് ദ്രൗപദിയുടെ പാത്രത്തിൽ നിന്ന് ലോകത്തിന്റെ മുഴുവൻ വിശപ്പ് മാറ്റിയ ഭഗവാൻ നമ്മുടെയൊക്കെ ഈ വിശപ്പും മറ്റു വലിയ വിശപ്പും മാറ്റാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധാഭക്തി പുരസ്സരം ഇവിടെ ഇരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഗുരുവായൂരപ്പൻ മനസ്സ് നിറങ്ങി അനുഗ്രഹിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള യോഗ്യത നേടിയ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നമസ്കരിക്കുന്നു. കൂടുതൽ യജ്ഞങ്ങൾ കാണാനും അതിൽ പങ്കെടുക്കാനും ഭാഗവത ധർമ്മത്തെ കൂടുതൽ മനസ്സിലാക്കാനും ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ചെറുപ്പത്തിയൂർ അമ്മയുടെ തൃക്കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എളിയ പ്രഭാഷണം ഗുരുവായൂരപ്പൻ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്.